മക്കളുടെ മുന്നിലിട്ട് അച്ഛനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയെ ബാലസംഘം കൺവീനറാക്കി CPM. പയ്യന്നൂരിലെ BMS പ്രവർത്തകൻ CK രാമചന്ദ്രൻ വധക്കേസിലെ ഒന്നാം പ്രതിയായ TCV നന്ദകുമാറാണ് ബാലസംഘം വെള്ളൂർ വെസ്റ്റ് വില്ലേജിന്റെ ചുമതല നൽകിയത്. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് TCV നന്ദകുമാർ. ഇവരുമായി കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, കുട്ടികളുടെ സംഘടനയുടെ കൺവീനറാക്കിയിരിക്കുകയാണ് CPM കൊലക്കേസ് പ്രതിയെ. അതും അച്ഛനെ സ്വന്തം മക്കളുടെ മുന്നിലിട്ട് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ, അല്ലേ? KP കൊലപാതക കേസിലെയും അക്രമക്കേസുകളിലെയും പ്രതികളെ നേതാക്കന്മാരാക്കി അല്ലെങ്കിൽ ചുമതല നൽകുന്നൊരു പതിവ് CPM-ന് അത് പുത്തരിയല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. പല തവണ നമ്മളത് കണ്ടതാണ്. ഇതേ TCV നന്ദകുമാറിനെ നേരത്തെ DYFIയുടെ ഭാരവാഹി ആക്കിയിരുന്നു. മാത്രമല്ല, പോലീസിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മറ്റൊരു പ്രതിയായ VK നിഷാദിനെ DYFIയുടെ ജില്ലാ ഭാരവാഹിയാക്കിയിരുന്നു. ഇത്തരത്തിലെല്ലാ സംഭവവും നിലനിൽക്കുന്നതിനിടെ തന്നെയാണ് ഒരു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയെ ബാലസംഘത്തിന്റെ കൺവീനർ സ്ഥാനം നൽകിക്കൊണ്ട് CPM രംഗത്തെത്തിയിരിക്കുന്നത്. DYFI നേതാവായ TCV നന്ദകുമാറിനെയാണ് ബാലസംഘത്തിന്റെ വെള്ളൂർ വെസ്റ്റ് വില്ലേജിന്റെ ചുമതല നൽകിക്കൊണ്ട് CPM ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരമൊരു അതായത് സ്വന്തം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും മുന്നിലിട്ട് ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് എന്ന് ഓർക്കണം. അത്തരത്തിൽ ഒരു കൊടും കുറ്റവാളി അല്ലെങ്കിൽ കൊടും ക്രിമിനലിനെയാണ് ഇത്തരത്തിൽ CPM കുട്ടികളുടെ സംഘടനയുടെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയെന്ന കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് വീണ്ടും ഇത്തരം കുറ്റങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകുകയാണോ CPM എന്നൊരു ചോദ്യം കൂടി ഈ ഒരു അവസരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ TCV നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി പയ്യന്നൂരിൽ പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ശിക്ഷ അനുഭവിക്കുകയാണ്. ഏതാണ്ട് 20 വർഷത്തെ ശിക്ഷയാണെന്ന് കോടതി വിധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചു വരികയാണ്. അതേ സമയത്ത് തന്നെയാണ് ഇത്തരം ചുമതലകളൊക്കെ തന്നെ CPM നേതൃത്വം ഈ ഇത്തരം ക്രിമിനലുകൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ക്രിമിനലുകൾക്ക് വീണ്ടും വീണ്ടും സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് ഈ കുറ്റവാസന വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാനും മറ്റ് പ്രോത്സാഹനം നൽകുകയാണോ ഇത്തരം ചുമതലകളിലൂടെ CPM നേതൃത്വം ഉദ്ദേശിക്കുന്നതൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു സമയത്ത് ഉയർന്നു വരുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിമർശനവും ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. KP കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.